വണക്കം കൂട്ടുകാരെ. ഭയങ്കരമായിട്ട് ചൂട് തുടങ്ങി. ഇന്നലെ ഒരു മഴ പെയ്തു, പക്ഷേ ഭയങ്കര ചൂടാണ്. നമുക്കൊരു ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ കസ്റ്റാർഡ് ഉണ്ടാക്കാം. ചൂടിന് നല്ലതാണ്, സിമ്പിളാണ്. ചൂടിന് കഴിക്കുകയും ചെയ്യാം. ചില ഫ്രൂട്ട്സും ആകും, ചില പാലും ഒക്കെ അകത്ത് ചില ഫ്രൂട്ട്സും ആകും, ചെറിയൊരു തണുപ്പും ആകും. ചൂടിന് നല്ലൊരു ആഹാരം. നമുക്കൊരു കസ്റ്റാർഡ്, ഇന്നത്തെ പരിപാടിയായിട്ട് നമുക്കൊരു കസ്റ്റാർഡ് ഉണ്ടാക്കാം. ഒന്നുണ്ടാക്കി നോക്കി കഴിച്ച് നോക്കാം. താങ്ക് യു. നമുക്കതിന് ഞാൻ 1 ലിറ്റർ പാലെടുത്തു. 1 ലിറ്ററിൽ ഇച്ചിരി പാൽ കുറവാണ്, കുറച്ച് പാൽ ചായക്കെടുത്തു. നല്ല ഓൾമോസ്റ്റ് 1 ലിറ്റർ പാലുണ്ട്. അത് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുക. അതിനകത്ത് നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ അതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ കമ്പനിയുടെ കസ്റ്റാർഡാണ് വാങ്ങിക്കുന്നത്, വാനില ഫ്ലേവർ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട്, നല്ലതാണ് ഇത്. എപ്പോഴും ഇതാണ് വാങ്ങിക്കുന്നത്. ഇത് എനിക്കിഷ്ടപ്പെട്ടു, നല്ലതാണ്. നമുക്കത് ഈ കസ്റ്റാർഡ് പൗഡർ പാലിനകത്തോട്ട് മൊത്തം നമ്മൾ മിക്സ് ചെയ്താൽ അത് കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ തനിയെ ഒരു 3 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് ആ പാലിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി അതിനകത്ത് തനിയെ മിക്സ് ചെയ്യും. അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് എല്ലാം കൂടെ അങ്ങ് കട്ട പിടിക്കും. അത് തനിയെ മിക്സ് ചെയ്തിട്ട് പാൽ നമുക്ക് കാച്ചാം. ആ പാൽ നല്ലതായിട്ട് തിളപ്പിക്കണം. ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ച് അത് ഒന്ന് കുറുകണം. ഒത്തിരി കുറുകി വരണ്ട, എന്നാലും ഒന്ന് കുറുകണം. ഇപ്പോൾ 2-3 മിനിറ്റായിട്ട് പാൽ തിളയ്ക്കുന്നുണ്ട്. ഒന്ന് കുറുകി വരട്ടെ. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഈ കസ്റ്റാർഡിൻ്റെ പൊടി, ഈ കലക്കിയ പൊടി, അത് കട്ടയൊന്നും ഇല്ലാതെ ഒഴിക്കണം. കുറേശ്ശെ പാലിലോട്ടൊഴിച്ച് ഇളക്കിയെടുക്കുക. ഒന്നിച്ചൊഴിച്ചാൽ എല്ലാം കൂടി ചിലപ്പോൾ അങ്ങ് കട്ട കെട്ടിപ്പോവും. കട്ടയില്ലാതെ കുറേശ്ശെ ഒഴിക്കുക. അതൊഴിച്ചിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതെല്ലാം കൂടെ ചിലപ്പം അടി കട്ട കിട്ടും. അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കൊരു 6 സ്പൂൺ പഞ്ചസാര, മധുരത്തിനനുസരിച്ച്. ഇവിടെ ഒത്തിരി മധുരം വേണ്ട. ഒരു 6 സ്പൂൺ പഞ്ചസാര ഇട്ട് അത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. പാൽ ഒന്നുകൂടെ കുറുകി വരണം. ഇഡ്ഡലി മാവ് പോലും ഒന്നല്ല, എന്നാൽ ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ അങ്ങനെ കുറുകണം. ഒത്തിരി അങ്ങ് കുറുകി കട്ടയാകണ്ട. കസ്റ്റാർഡ് പൗഡറും പാലും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് കുറുകി വരും. ഇങ്ങനെ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അത് ഓഫ് ചെയ്ത് തണുക്കണം, നല്ലതായിട്ട് തണുക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ ഇരുന്ന് റൂം ടെമ്പറേച്ചർ ആയാൽ മതി. പുറത്ത് തന്നെ ഇരുന്ന് തണുത്താൽ മതി. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിടാം. ചൂടിനകത്തിടരുത്. പാല് നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ, ഇപ്പോൾ പാല് ചൂടാണ്, ഞാൻ അവിടെ വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സ് പയ്യെ കട്ട് ചെയ്യാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാനിടുന്നത് പൊമാഗ്രനേറ്റ്, 2 പൊമാഗ്രനേറ്റ്, ഒരു ഏത്തയ്ക്ക, കുറച്ച് മുന്തിരിങ്ങ, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം. മാങ്ങ ഇടാം, വാട്ടർ മെലൺ ഇടാം, ആപ്പിൾ ഇടാം, എന്തെങ്കിലുമൊക്കെ ഇടാം. ഇപ്പോൾ പാല് തണുത്തു, നല്ലതായിട്ട് ഒരുമാതിരി തണുത്ത് കഴിയുമ്പോൾ ഈ 2 പൊമാഗ്രനേറ്റിനെ അതിന് പൊളിച്ച് ആ 2 പൊമാഗ്രനേറ്റ് ഇടുക. അതൊന്ന് ഇളക്കിയെടുക്കുക. ഒരു ഏത്തയ്ക്ക, നേന്ത്രപ്പഴം, ഒരു ഏത്തയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിടുക. കുറച്ച് മുന്തിരിങ്ങ. ഇത് നല്ല പുളിയുള്ള മുന്തിരിങ്ങ അല്ല, മധുരമാണ്, പുളിയല്ല. പച്ച മുന്തിരിങ്ങ, നല്ല മധുരമുള്ളത്. പുളിയുള്ളതാണെങ്കിൽ ആ ടേസ്റ്റ് വരത്തില്ല. നമുക്കിനി ആപ്പിൾ ഇടാം, മാങ്ങ ഇടാം, വാട്ടർ മെലൺ ഇടാം, അതൊക്കെ ഇടാം. പക്ഷേ ആപ്പിളൊന്നും ഞാൻ വാങ്ങിച്ചില്ലാത്തതുകൊണ്ട് ഇത്രേ ഇട്ടുള്ളൂ. പിന്നെ ഇച്ചിരി ഫ്രൂട്ട്സ് കുറവാണെന്ന് തോന്നിയതിന് ഞാനൊരു വാഴപ്പഴം കൂടി ഇടുക, ഒരു റോബസ്റ്റ പഴം, അതും കൂടി ഇടുക. അതും കൂടി ഇട്ട് നല്ല സൂപ്പറായി, നല്ല സെമി സോളിഡായി. ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജ് വെക്കാം. ഇങ്ങനെയും കഴിക്കാം, പക്ഷേ ഫ്രിഡ്ജ് വെക്കുമ്പോഴാണ് നല്ലതാണ്. നല്ല കുറുകി വന്നു. ഫ്രിഡ്ജ് വന്നപ്പോൾ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല തണുക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റും ഉണ്ട്, ആവശ്യത്തിന് മധുരവും ഉണ്ട്. ഇച്ചിരി മധുരം കുറവ്, പക്ഷേ അത്രയും മധുരം മതി ഇവിടെ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ശകലം മധുരം കൊണ്ടിടാം, പക്ഷേ ഞാൻ ഇടുന്നില്ല. അത്രയും മധുരം മതി. നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു ഡിസേർട്ടായി. ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോൾ കഴിക്കാൻ നല്ലതായി. മനോ കഴിക്കുന്നു. മനോയ്ക്ക് ഇഷ്ടപ്പെട്ടു.
ഉച്ചക്കത്തെ ഡിസേർട്ടായി. താങ്ക് യു. അങ്ങനെ അവരെ ചായക്കുന്നു.